ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 22-ാം അധ്യായം 4-ാമത്തെ വാക്യം. അതുകൊണ്ട് അവൻ ആഹാബ് ഗൃഹത്തെ പോലെ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. അവർ അവൻ്റെ അപ്പൻ മരിച്ച ശേഷം അവൻ്റെ നാശത്തിനായി അവൻ്റെ ആലോചനക്കാരായിരുന്നു. അമസ്യാവ് എന്ന രാജാവിനെക്കുറിച്ചും അവൻ്റെ അമ്മയെക്കുറിച്ചും പറയുന്ന പ്രസ്താവനകളാണ് 3-4 വാക്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. ദുഷ്ടതയ്ക്ക് ആലോചനക്കാരിയായി തീർന്ന ഒരു സ്ത്രീ. അഹസ്യാവ് രാജാവ് വാഴ്ച തുടങ്ങിയ സമയത്ത് അഥല്യ എന്നായിരുന്നു അവൻ്റെ അമ്മയുടെ പേർ. അവൻ്റെ അമ്മ ദുഷ്ടത പ്രവർത്തിക്കാൻ ആലോചന പറഞ്ഞു കൊടുത്തു. അവൻ്റെ നാശത്തിനു വേണ്ടി ആലോചനക്കാരായി മാറി. മറ്റുള്ളവർ നമുക്ക് ആലോചന പറഞ്ഞു തരുന്നത് നമ്മുടെ നാശത്തിന് കാരണമായി തീരുന്നു എന്ന് വരികിൽ എത്ര സങ്കടകരമായൊരു കാര്യമാണ്. നമ്മെ ചതിയിൽ വീഴ്ത്തുവാൻ, പരാജയത്തിൽ വീഴ്ത്തുവാൻ ആലോചന പറഞ്ഞു തരുന്നവരെ നാം ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ദൈവിക ആലോചനകൾ ദൈവഭക്തന്മാരിൽ നിന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആകയാൽ നാം ആലോചന ചോദിക്കുമ്പോൾ ആരിൽ നിന്ന് ആലോചന ചോദിക്കുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്.